വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് വിത്ത് ഫുൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രിന്റ് ഞാൻ കാണിച്ചു. ഇതിന്റെ നെക്ക് പോർഷൻ ഇതേപോലെ നമ്മളൊരു സ്കാൽപ്പ് ബോർഡർ ഒക്കെ കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ പറയാ, ഇപ്പൊ സമ്മർ അല്ലേ വരുന്നത്, നമുക്ക് എപ്പോഴും കോട്ടൺ ആണ് ബെസ്റ്റ്. അതിന്റെ പ്രിന്റ് ഇതേപോലെ പ്രിന്റ് വരുന്നത് ഇതേപോലെയാണ്. നെക്ക് ഇതേപോലെ സ്കാൽപ്പ് ചെയ്തിട്ട് ഒരു ജോർജറ്റിന്റെ ഫാബ്രിക് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ്. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരെണ്ണം കാണിച്ചായിരുന്നു. ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതേപോലെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇതുപോലെ ഇതിന്റെ യോക്കിലോട്ട് ഇതുപോലെ പിൻടക്ക് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് ചെയ്തിട്ടുണ്ട്. വി കോളർ പാറ്റേൺ ആണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ റെഡും ബ്ലാക്കും ഉള്ള കോമ്പിനേഷൻ കാണിച്ചത് നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇത് ഹക്കോബ ഫാബ്രിക്കിലോട്ട് ഇതുപോലെ യോക്കിലോട്ട് സീക്വൻസും ത്രെഡും ഉള്ള ഒരു വർക്കുള്ള ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫുൾ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഹക്കോബയുടെ ഈ ഒരു ഫാബ്രിക് കണ്ടോ, സ്ലീവിന്റെ എൻഡിലോട്ടും ഈ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത്. ഓക്കെ, പിന്നെ ഹക്കോബ തന്നെ ആ റെഡ് തന്നെ നമ്മൾ ഇതുപോലെ ഒരു യോക്ക് കൊടുത്തിട്ട്, ഇത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നെക്കിലോട്ട് ഒരു ലേസ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു പാറ്റേണും യോക്ക് ഇതാ ഇതേപോലെ വരുന്നത് കണ്ടോ, ഇതേപോലെ. അത് തന്നെ വേറൊരു പാറ്റേൺ വരുന്നുണ്ട്. ഇതാ ഈ ഒരു പാറ്റേണിലോട്ട് സ്കാൽപ്പിന്റെ ഒരു ലേസ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ. പിന്നെ ഇതുപോലെ കോട്ടൺ ബാത്തിക് പ്രിന്റ് വരുന്ന ഇതും ഒരു ബ്ലാക്ക് യോക്ക് കൊടുത്തിട്ട് ഇതിന്റെ പ്രിന്റ് വരുന്നത് താഴോട്ട് ഇങ്ങനെയാണ്. ഓക്കെ, ആ ഒരു പ്രിന്റ് സെയിം വരുന്നത് തന്നെ ഇതൊരു അങ്കരക്ക പാറ്റേണിലോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു വലിയ പ്രിന്റ് ഇവിടേക്കും ഇവിടെ ചെറിയൊരു പ്രിന്റ് വെച്ചിട്ട് സെപ്പറേറ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് ഇതൊരു എ ലൈൻ പാറ്റേണിലോട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഇതേപോലെ ഉണ്ട്. നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ അല്ലേ എപ്പോഴും വൈറ്റ് ഇടുമ്പോൾ. പിന്നെ ഞാൻ ഇതിനകത്ത് സെമി പലാസോ ബോട്ടം ഉണ്ടോ വേറെ ചെയ്തിരിക്കുന്നത്. വിത്ത് ബോട്ടം വേണ്ടവർ പറഞ്ഞാൽ മതി. സെമി പലാസോ ബ്ലാക്ക് കോട്ടൺ നമ്മൾ ബോട്ടം ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ എക്സ്ട്രാ ഇതേപോലെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടോ. ബ്ലാക്കും റെഡും കോമ്പിനേഷൻ നല്ല രസമാണ്. ഇതുപോലെ സിമ്പിൾ ആയിട്ടൊരു വി കട്ടിംഗ് ഉള്ള ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും ബോർഡർ കൊടുത്തിട്ടുണ്ട്. വിത്ത് ഫുൾ ലൈനിങ് ആണ്. ഒരു എന്താ പറയാ, ഓവർ റെഡ് അല്ല കേട്ടോ. ഇത് നല്ലൊരു പ്ലസന്റ് കളറാണ് റെഡിന്റെ തന്നെ. സ്ലീവിന്റെ എൻഡിലോട്ട് നമ്മൾ ഈ ഒരു സ്കാൽപ്പ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. നെക്കിലോട്ടും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. നമ്മൾ റെഡ് യോക്കും ബ്ലാക്ക് യോക്കും സ്ലീവും കൊടുത്തിട്ട് സ്ലീവിന്റെ എൻഡിലോട്ട് ഈ ഒരു മെറൂൺ കളർ ബോർഡർ വെച്ചിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് ആണ്. ഇതേപോലെ ഒരു ബോട്ടനൊക്കെ വെച്ചിട്ട് ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് താഴോട്ട് സ്ലീവിന്റെ എൻഡിലോട്ടും ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാനൊരു ഫ്രോക്ക് പോലെ ഇതിട്ടേക്കണം. താഴെ നമുക്ക് ഒരു ആംഗിൾ ലെങ്ത് ചെറിയൊരു ബോട്ടോ എന്തെങ്കിലുമൊക്കെ വേറെ ഇതിട്ടിടാം, അല്ലെങ്കിൽ കുർത്തിയായിട്ടും വേറെയും ഇതുപോലെ വി കട്ടിങ് കൊടുത്തിട്ട് ഇതേപോലെ. ഇതിനൊന്നും ഒരുപാട് സൈസസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് പീസസേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.